ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് നവീന്റെ കാറാണല്ലോ മാം. കണ്ടോ, നവീൻ കേറി വന്ന ആദ്യം ചോദിക്കാൻ പോകുന്നത് ഗാഥ എവിടെയെന്നായിരിക്കും. നമ്മൾ എന്താ പറഞ്ഞു മനസ്സിലാക്കാം? ഇവന്മാരിതെന്താ ഈ കാണിക്കുന്നേ? നീയല്ലേ കളരിക്കൽ ഗ്രൂപ്പിലെ നവീൻ? ഒന്ന് ഇറങ്ങി വാങ്ങിങ്ങോട്ട്. സാറേ, അവന്മാര് കുടിച്ചിട്ടുണ്ടേ. അതിനെന്താണ്? ഞാനാ പരമേശ്വരൻ. കുറച്ചു മുമ്പ് തന്റെ മാനേജർ വിളിച്ച പരമേശ്വരൻ. ഞാൻ നിങ്ങളെ നേരിട്ടൊന്ന് കാണാനിരിക്കായിരുന്നു. എന്തിന്? വേലി മാറ്റിക്കെട്ടാനോ? വേലി പരമേശ്വരൻ കെട്ടിയതാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെന്തിനാ സാറിനെ തടഞ്ഞു നിർത്തുന്നേ? നിന്റെ സാറെന്താടാ മഹാരാജാവോ? പരമേശ്വരൻ കെട്ടിയ വേലി പൊളിച്ചിട്ട് നീയൊക്കെ അവിടെ എന്തെങ്കിലും കെട്ടിപ്പൊക്കോ? മിസ്റ്റർ പരമേശ്വരൻ, അടുത്തടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടികളാണ് നമ്മളുടെ രണ്ടുപേരുടെ. നമുക്ക് രണ്ടുപേർക്കും അതിന് ആധാരമുണ്ട്. അപ്പൊ പിന്നെ നിയമപരമായിട്ട് അതെന്താണെന്ന് നോക്കിയാ പോരെ? അയ്യോ, പരമേശ്വര സാറിന് നിയമം പഠിപ്പിക്കാൻ നീ ആയോടാ കുഞ്ഞെ? നിനക്കേ പരമേശ്വര സാറിനെ ശരിക്കും അറിയില്ല. ഇപ്പൊ വേലി നിന്റെ പ്രോപ്പർട്ടിയിൽ കയറ്റി കെട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇനി നിനക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി അവിടെ ഇല്ലെന്ന് പരമേശ്വര സാറ് പറഞ്ഞ പിന്നെ ഇല്ലാന്ന് തന്നെ അർത്ഥം. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തിനാ നിന്നെ കാണാൻ വന്നതെന്നറിയോ? ചിലപ്പോ നീ 4 പണിക്കാരെയും കൊണ്ടുവന്ന് പകലോ രാത്രിയോ ആ വേലി പൊളിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ സംഭവിച്ച അതേ രാത്രി പരമേശ്വരൻ നിന്റെ വീടിനകത്ത് കയറി സൗകര്യത്തിനെ വെട്ടി നുറുക്കും. അത്തരം ഭീഷണികളൊന്നും വേണ്ട സാർ. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പ്രതികരിക്കേണ്ട രീതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരാണോ ഇതൊക്കെ പറയാൻ? ഇതെനിക്ക് അഭ്യാസം അറിയാഞ്ഞിട്ടല്ല, എന്റെ കൾച്ചർ അനുസരിച്ച് വേണ്ടാന്ന് വെച്ചിട്ടാ. തന്റെ പ്രോപ്പർട്ടി കയ്യേറി എന്റെ കുടുംബത്തിരിക്കുന്നവരെ പറഞ്ഞു. ഇനി ഒരു വാക്ക് താൻ മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് ഞാൻ വീണ്ടും തന്നെ അടിക്കും. ഈ കള്ളും കുടിച്ച് കൂട്ടുകാരുമായി ഇറങ്ങിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന പഴയ ജന്മിമാരുടെ ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. ഇത് നവീന, കളരിക്കൽ നവീൻ ഗോപാൽ വർമ്മ. ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലേ അത് പൂർത്തിയാക്കാൻ എനിക്കറിയാം. പരമേശ്വരൻ സാർ ചെല്ല്. ഈ അടി നീ മനസ്സിൽ എഴുതി വെച്ചോ. നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. ശരി, പോ. എന്തിനാ സാറേ തല്ലാൻ പോയത്? മെനക്കേട് ടീംസാ. ഈ പ്രോപ്പർട്ടി നോക്കാൻ ഞാനിവിടെ വന്നപ്പോ തന്നെ അയാളെ കുറിച്ച് ആളുകൾ പറഞ്ഞതാ. ഇയാളെ പോലുള്ളവരൊക്കെ എവിടെയും കാണും മണിക്കുഞ്ഞ്. തല കുനിച്ചു കൊടുത്താലേ തലേ കയറിയിരിക്കും. എന്നാലും ഒന്ന് സൂക്ഷിക്കണം സാറേ. ഇപ്പൊ തിരിച്ചു പോയാലും എന്തെങ്കിലും ഒരു ചതി അവന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നമ്മൾ നിയമത്തിന്റെ വഴിയിലാണ് മണിക്കുഞ്ഞ്. സത്യത്തിന്റെ വഴി തോൽക്കിലിടും. താൻ കയറും. ശരി സാർ. സിനി, അവൾ എത്തിയില്ലേ ഇതുവരെ? ഇല്ല മാം. ഇതാണ് കുഴപ്പം. ഒരു നല്ല അഭിപ്രായം പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അത് തിരുത്തേണ്ടി വരും. ഇവറ്റകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ വരും മാം, ടെൻഷൻ ആവണ്ട. അത് നവീന്റെ കാറാണല്ലോ മാം. കണ്ടോ, നവീൻ കേറി വന്ന ആദ്യം ചോദിക്കാൻ പോകുന്നത് ഗാഥ എവിടെയെന്നായിരിക്കും. നമ്മൾ എന്താ പറഞ്ഞു മനസ്സിലാക്കാം?
ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നവീൻ എന്താ ഈ വഴി? ഇനിയിപ്പോ സാറിന്റെ വഴി എന്ന് പറയുന്നത് ഇതിലേക്ക് തന്നെയല്ലേ അല്ലേ സാറേ? ഞാൻ എൻ്റെ ഒരു പുതിയ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ ഗാഥയെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. ഗാഥയില്ലേ? ആ ഉണ്ട്. അവള് മുകളിലത്തെ മുറിയില്ല. എങ്കിൽ പോയി കാണു സാറേ. ഇനിയിപ്പോ ലൈസൻസ് ആയില്ലേ ഇല്ലേ? എന്താ മാണിക്കുഞ്ഞ് ഇത്? വല്ലാത്ത പ്രോത്സാഹനമാണല്ലോ. അങ്ങനെയുള്ള ഫ്രീഡം ഒക്കെ വിവാഹം കഴിഞ്ഞിട്ട് അല്ലേ മാം? സിനി, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരും. എന്താ നവീന്റെ പുതിയ ബിസിനസ്? ഹൗസ് പ്ലോട്ടുകളാണ് മാഡം. എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഗാഥയെ ഞാൻ കാണാൻ വന്നത് അയാളുടെ ഐഡിയാസും കൂടി ഒന്ന് ചോദിക്കാന്ന് വെച്ചിട്ടാ. സാറ് പറഞ്ഞോ മനസ്സിലായില്ലേ? ഒരു മെയിൽ ഐഡിയ, ഒരു ഫീമെയിൽ ഐഡിയ രണ്ടും കൂടെ ചേരുമ്പോ ഒരു നല്ല കോൺസെപ്റ്റ് കിട്ടുമല്ലോ. പുറകുവശത്തു കൂടി പോവാം. സിനിച്ചേച്ചി, എവിടെയായിരുന്നു മാം? ആകെ ബഹളം ഉണ്ടാക്കിയിരിക്കുക. അത് ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോ നവീനും മാണിക്കുഞ്ഞും വന്നിട്ടുണ്ട്. ഈ വേഷത്തിൽ അവരുടെ മുമ്പിൽ ചെന്ന് ചാടണ്ട. നവീൻ, എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. ആ ശരി മാഡം. എന്താ? അത് കൃഷ്ണ വന്നിട്ടുണ്ട് മാം. അടുക്കളയിലുണ്ട്. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കേ. നവീൻ എന്താ സംസാരിക്കണ്ടെന്ന് വെച്ചാ സംസാരിച്ചിട്ട് പൊക്കോട്ടെ. അത് പറ്റില്ല. അവളുടെ വേഷത്തിലാ. ഇനി എന്ത് ചെയ്യും? അവളെ ആ വേഷത്തിൽ നവീൻ കണ്ട കുഴപ്പമാ. ഒരു കാര്യം ചെയ്, പോയി ഗാഥയെ വിളിച്ചിട്ട് വാ. അല്ലാതെ വേറെ മാർഗമില്ല. ചെല്ല്. നവീൻ, എന്താ? സാധാരണ ഈ വീട് മുഴുവൻ നോക്കിക്കാണുന്ന ഇടപാട് സ്ത്രീകൾക്കുള്ളതാ. ഇവിടുത്തെ കിച്ചണിനെ കുറിച്ച് അമ്മ പറഞ്ഞായിരുന്നു. ഞാനത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല.